ദഹന പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ നമുക്ക് വേഗം തന്നെ നോക്കാം. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് സമയത്ത് ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആഹാരം കഴിക്കുമ്പോഴും സ്ലോ ആയിട്ട് ചവച്ചരച്ച് കഴിക്കുക. കാര്യം പാർഷ്യൽ ഡൈജഷൻ എന്ന് പറയുന്നത് മൗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 നേരം ആഹാരം കഴിക്കാതെ 4-5 തവണകളായിട്ട് നിങ്ങൾക്ക് കുറച്ച് വലിച്ചു വാരി കഴിക്കാനല്ല, കുറച്ച് പോർഷൻ ആയിട്ട് കഴിക്കുക. ഇത്ര പ്രശ്നക്കാർക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുക. വെള്ളം കുടിക്കുക, അതാണ് പറഞ്ഞത്, വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ 7 മണിക്ക്, രാത്രിയത്തെ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും 7 മണിക്ക് മുന്നേ കഴിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എക്സസൈസ്, ആഹാരം കഴിച്ച ഉടനെ തന്നെ കയറി കിടക്കാണ്ട് മൈൽഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഒന്ന് നടക്കുക. ഇത്ര പ്രശ്നക്കാർ കഴിച്ച ഉടനെ തന്നെ ജസ്റ്റ് ഒരു വാക്ക്, മൈൽഡ് ആയിട്ടുള്ള ഒരു വാക്ക് നല്ല രീതിയിൽ സഹായിക്കുന്നതായിരിക്കും. ആഹാരം കഴിക്കുമ്പോൾ എല്ലാം എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ഒരുമിച്ച് കഴിക്കാണ്ട് എരിവും പുളിയും കുറച്ചിട്ട് നിങ്ങൾ ആ ഒരു ടൈം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഒരു പരിധി വരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. താങ്ക്